Hello everyone, welcome to the previous year question discussion class. എല്ലാവർക്കും previous year ചോദ്യ വിശകലന ക്ലാസ്സിലേക്ക് സ്വാഗതം. Today we are discussing a crucial question from the Child Development and Pedagogy section of the CTET examination. CTET പരീക്ഷയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി വിഭാഗത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Understanding these previous questions is key to successfully preparing for your teaching exams. ഈ മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അധ്യാപക പരീക്ഷകൾക്ക് വിജയകരമായി തയ്യാറെടുക്കാൻ പ്രധാനമാണ്. Let's carefully analyze the question and crack the logic together. നമുക്ക് ചോദ്യം ശ്രദ്ധയോടെ വിശകലനം ചെയ്ത് ശരിയായ യുക്തിയിലേക്ക് എത്താം. Pedagogy question. Question 1 is from the Pedagogy section of CDP. CDPയുടെ പെഡഗോജി വിഭാഗത്തിൽ നിന്നുള്ളതാണ് ചോദ്യം 1. Which of these statements would advocates of progressive education agree with? പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസം വക്താക്കൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതിനോട് യോജിക്കും? Here are the 4 options. ഇതാ 4 ഓപ്ഷനുകൾ. Option 1. Children are a distinct life stage that hold importance because of what they would become as adults rather than what they are as children. കുട്ടിക്കാലം ഒരു പ്രത്യേക ജീവിതഘട്ടമാണ്. കുട്ടികളായിരിക്കുമ്പോൾ അവർ എന്താണ് എന്നതിനേക്കാൾ മുതിർന്നവരായി അവർ എന്തായിത്തീരും എന്നതിനാണ് ഇതിന് പ്രാധാന്യം. Option 2. Children are naturally good and society corrupts them. കുട്ടികൾ സ്വാഭാവികമായും നല്ലവരാണ്, സമൂഹം അവരെ വഴിതെറ്റിക്കുന്നു. Option 3. Children are naturally uncivilized and socialization is necessary to make them moral human beings. കുട്ടികൾ സ്വാഭാവികമായും നാഗരികതയില്ലാത്തവരാണ്, അവരെ ധാർമ്മിക മനുഷ്യരാക്കാൻ സാമൂഹികവൽക്കരണം ആവശ്യമാണ്. Option 4. Children are born in a social, cultural, economic context and this background influences their development. കുട്ടികൾ ഒരു സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. ഈ പശ്ചാത്തലം അവരുടെ വികാസത്തെ സ്വാധീനിക്കുന്നു. Correct answer and explanation. The correct answer is option 4. Explanation for the correct answer. Progressive education, championed by John Dewey, emphasizes learning through experience and social interaction. ജോൺ ഡ്യൂയിയുടെ നേതൃത്വത്തിലുള്ള പുരോഗമന വിദ്യാഭ്യാസം അനുഭവത്തിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയുമുള്ള പഠനത്തെയാണ് ഊന്നിപ്പറയുന്നത്. Therefore, acknowledging that a child is a product of their social, cultural and economic context is a core principle. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി അവന്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പശ്ചാത്തലത്തിന്റെ ഉൽപ്പന്നമാണെന്ന് അംഗീകരിക്കുന്നത് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വമാണ്. The progressive classroom is designed to be a mini society where diversity and real life context matter. പുരോഗമന ക്ലാസ് റൂം വൈവിധ്യത്തിനും യഥാർത്ഥ ജീവിത സന്ദർഭങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു മിനി സമൂഹമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. This aligns perfectly with option 4, making it the most accurate answer. ഓപ്ഷൻ 4 ഇത് പൂർണ്ണമായും യോജിക്കുന്നു, അതിനാൽ ഇതാണ് ഏറ്റവും കൃത്യമായ ഉത്തരം. Explanation for wrong answers. Let's analyze why the other options are wrong. എന്തുകൊണ്ടാണ് മറ്റ് ഓപ്ഷനുകൾ തെറ്റാകുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. Why option 1 is wrong? Progressive education focuses on the child's present experience, not just their future as an adult. ഓപ്ഷൻ 1 തെറ്റാണ്, കാരണം പുരോഗമന വിദ്യാഭ്യാസം കുട്ടിയുടെ ഇപ്പോഴത്തെ അനുഭവത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, മുതിർന്ന വ്യക്തിയായി മാറുമ്പോഴുള്ള ഭാവിക്ക് വേണ്ടി മാത്രമല്ല. Why option 2 is wrong? The idea that children are naturally good and society corrupts them is primarily associated with Rousseau's philosophy, not progressive education. കുട്ടികൾ സ്വാഭാവികമായി നല്ലവരാണ് എന്നും സമൂഹം അവരെ വഴിതെറ്റിക്കുന്നു എന്നുമുള്ള ആശയം പ്രധാനമായും റൂസോയുടെ തത്വചിന്തയുമായി ബന്ധപ്പെട്ടതാണ്, പുരോഗമന വിദ്യാഭ്യാസവുമായിട്ടല്ല. Why option 3 is wrong? Progressive education does not view children as uncivilized individuals who need forced moral training. പുരോഗമന വിദ്യാഭ്യാസം കുട്ടികളെ ധാർമ്മിക പരിശീലനം ആവശ്യമുള്ള നാഗരികതയില്ലാത്ത വ്യക്തികളായി കാണുന്നില്ല. Instead, children are seen as capable individuals who construct their morality through democratic participation in social problem solving. പകരം ജനാധിപത്യപരമായ പങ്കാളിത്തത്തിലൂടെയും സാമൂഹിക പ്രശ്നപരിഹാരത്തിലൂടെയും സ്വന്തമായി ധാർമ്മികത വളർത്തിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് കുട്ടികളെ കാണുന്നത്. By eliminating the incorrect choices and focusing on Dewey's core ideas, we confidently arrive at option 4. തെറ്റായ ചോയ്സുകൾ ഒഴിവാക്കുകയും ഡ്യൂയിയുടെ പ്രധാന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ആത്മവിശ്വാസത്തോടെ ഓപ്ഷൻ 4 എത്താൻ സാധിക്കും.